നമുക്കും ഈ വൈറസിന്റെ പേരടക്കം പുതിയതാണല്ലേ. അത്യന്തം അപകടകാരിയായ പ്രത്യേക ചികിത്സയൊന്നും ഇപ്പോൾ ലഭ്യമല്ലാത്ത വൈറസാണ് ചന്ദിപ്പുര വൈറസ്. എന്തൊക്കെയാണ് ഈ രോഗം പിടിപെടുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ? ചികിത്സയുണ്ടോ? അതെങ്ങനെയാണ്? നമുക്ക് നോക്കാം. റാബ്ഡോവിറിഡെ കുടുംബത്തിൽപ്പെടുന്ന വൈറസാണ് ചാന്ദിപ്പുര വൈറസ്. 9 മാസം മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളെയാണ് രോഗം കൂടുതലായി ബാധിക്കുക. കൊതുക്, മണലീച്ച, ചെള്ള് എന്നിവയാണ് രോഗം പരത്തുന്നത്. മഴക്കാലത്താണ് രോഗം കൂടുതൽ വ്യാപിക്കുക. നഗരപ്രദേശങ്ങളെക്കാൾ ഗ്രാമപ്രദേശങ്ങളിലാണ് ഇന്ത്യയിൽ രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ വൈറൽ പനിയുടെ ലക്ഷണങ്ങളാണ് ആദ്യം ഉണ്ടാവുക. കടുത്ത പനി, ശരീരവേദന, തലവേദന തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗം ഗുരുതരമാകുന്തോറും ഛർദി, അപസ്മാരം, മസ്തിഷ്ക വീക്കം എന്നിവ ഉണ്ടായേക്കാം. എൻസെഫലൈറ്റിസ് ബാധിക്കുന്നതോടെ രോഗം കൂടുതൽ വഷളാകുകയും മരണസാധ്യത കൂടുകയും ചെയ്യും. പ്രത്യേക മരുന്നോ ചികിത്സയോ ഇല്ല എന്നതാണ് വൈറസിനെ ഭീകരനാക്കുന്നത്. നിലവിൽ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് ആകെയുള്ളത്. ആന്റി റെട്രോ വൈറൽ തെറാപ്പിയോ വാക്സിനോ ലഭ്യമല്ല. ഇന്ത്യയിൽ ആദ്യമായല്ല ചാന്ദിപ്പുര വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ വ്യാപനം ഉണ്ടായത് 2003-2004 കാലഘട്ടത്തിലാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു അന്ന് രോഗവ്യാപനം. 3 സംസ്ഥാനങ്ങളിലായി അന്ന് 322 കുട്ടികളാണ് മരണപ്പെട്ടത്. ഉയർന്ന മരണനിരക്കാണ് ചാന്ദിപ്പുര വൈറസിന്റെ ഏറ്റവും ഭീകരമായ മുഖം. പരിസര ശുചിത്വം പാലിക്കുകയും കൊതുക് കടി ഏൽക്കാതിരിക്കുകയുമാണ് പ്രതിരോധിക്കാനുള്ള ഏക മാർഗം. ഗുജറാത്തിലെ മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ഇപ്പോൾ പല ജില്ലകളിലും രോഗം പടർന്നു കഴിഞ്ഞിരിക്കുകയാണ്.